കേരളം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പ്രവേശിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സവിശേഷതകളും നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരംഗത്തിന് മുന്നണികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ സ്ഥാനാർത്ഥി നിർണയങ്ങളും നാടകങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കേരളം ആര് ഭരിക്കണം എന്ന ആലോചനയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആമുഖമായി കേരള സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവർക്ക് ഈ വിഷയത്തിലുള്ള നിലപാടുകളും കാഴ്ചപ്പാടുകളും എന്തൊക്കെയാണ് എന്ന് ഈ ലക്കം സത്യാന്വേഷി പരിശോധിക്കുന്നു. ഏവർക്കും സ്വാഗതം. ക്രൈസ്തവ സഭകളെ ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥിരം ഡിപ്പോസിറ്റായി കാണേണ്ടതില്ല എന്നത് അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരാശയമാണ്. സഭാവൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് അത് പ്രചരിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളും നിരവധിയാണ്. ക്രൈസ്തവ സഭകൾ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമാണ് എന്ന തരത്തിൽ അമിത വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ തന്ത്രങ്ങളിൽ കഴമ്പില്ല എന്ന് മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ. പ്രസ്തുത പ്രചരണങ്ങളിൽ ചിലരെങ്കിലും വിശ്വസിക്കുന്നത് കൊണ്ടുകൂടിയാണ് മറ്റു മുന്നണികളോ പാർട്ടി പ്രവർത്തകരോ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ സമീപിക്കുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് വാർത്താ പ്രാധാന്യമുള്ളതാകുന്നത്. മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അവയിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ പ്രതിനിധികൾ കൂടി ഉണ്ടാകണം എന്നത് സമുദായത്തിൻ്റെ ആഗ്രഹമാണ്. രാഷ്ട്രീയ രംഗത്തെ സമുദായ അംഗങ്ങൾ ഇക്കാര്യങ്ങൾ പാർട്ടി നേതൃത്വങ്ങളോട് സൂചിപ്പിക്കാറുമുണ്ട്. രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും പൊതുരംഗത്തും ന്യായമായ രീതിയിൽ പ്രതിനിധീകരിക്കപ്പെടാനുള്ള അവകാശം ക്രൈസ്തവ സമുദായത്തിന് ഒരു ജനാധിപത്യ സംവിധാനത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്തരം ഇടപെടലുകളിലേക്ക് ക്രൈസ്തവ സഭകൾ പ്രവേശിക്കുന്നത്. എന്നാൽ അത് ഇതര സമുദായങ്ങളെ അപ്രസക്തമാക്കാനാണ് എന്ന് വാദിക്കുന്നത് വർഗീയ ശക്തികളുടെയും രാഷ്ട്രീയ ചാണക്യന്മാരുടെയും കുടിലബുദ്ധി മാത്രമാണ്. മുന്നണികൾ സമുദായ അംഗങ്ങൾക്ക് സീറ്റ് നൽകുന്നുണ്ടോ എന്നത് മാത്രമല്ല ഏത് മുന്നണിക്ക് വോട്ട് നൽകണം എന്നതിൻ്റെ മാനദണ്ഡമായി ക്രൈസ്തവ സമുദായം കരുതുന്നത്. മറിച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രസ്തുത മുന്നണികൾ എന്ത് നിലപാടെടുക്കുന്നു, സമുദായത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നതെല്ലാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന മുന്നണികൾ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെയും ക്രൈസ്തവ സമുദായത്തിൻ്റെയും പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്ന വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നും വിജയിച്ചു കഴിയുമ്പോൾ അവ നടപ്പിലാക്കാനുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കണമെന്നും സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ എല്ലാ മുന്നണികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതേതരത്വ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുത്താൻ മുന്നണികൾ മുൻകൈയെടുക്കേണ്ടതുണ്ട്. കുറച്ചു വർഷങ്ങളായി സമൂഹ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും വിഷലിപ്തമാക്കുന്ന രീതിയിൽ കേരള സമൂഹത്തിലും വർഗീയതയുടെ അതിപ്രസരം കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. മതേതരത്വത്തിലും മതസൗഹാർദ്ദത്തിലും അടിയുറച്ച ഒരു സമൂഹ സൃഷ്ടിക്ക് രൂപം നൽകേണ്ടതിന് വിദ്യാഭ്യാസത്തിലും സർക്കാരിൻ്റെ പ്രചരണ പരിപാടികളിലുമൊക്കെ ബോധപൂർവകമായ ഊന്നലുകൾ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട്. അവയിൽ ഇങ്ങനെ മാറി മാറി വരുന്ന സർക്കാരുകൾ കൈകടത്തുന്നതും അത്തരം ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രവണതകൾ പ്രകടമായി കാണുന്ന വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിന് സർക്കാർ ഊന്നൽ നൽകണം. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ രൂപീകരണത്തിലും നടത്തിപ്പിലും സംസ്ഥാനത്തെ ക്രൈസ്തവർക്കെതിരെ തുടർന്നുകൊണ്ടിരിക്കുന്ന വിവേചനം മുന്നണികൾ അവസാനിപ്പിക്കണം. കേന്ദ്ര സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളുടെ കീഴിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. കേന്ദ്ര സർക്കാർ 2019-2020 സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ 4700 കോടി രൂപയാണ് ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകയിരുത്തിയിരുന്നത്.
സംസ്ഥാന സർക്കാരും ഇതുപോലുള്ള നിരവധി ഫണ്ടുകൾ കണ്ടെത്തുകയും ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. വിവിധ കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിക്ഷിപ്തമാണ്. എന്നാൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ മിക്ക പദ്ധതികളും മുസ്ലിം വിഭാഗത്തിന് മാത്രമായിട്ടാണ് നൽകപ്പെടുന്നത്. മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളിലാകട്ടെ അത് വിതരണം ചെയ്യുന്നത് 80:20 എന്ന വിവേചനപരമായ അനുപാതത്തിലാണ്. PSC പരിശീലന കേന്ദ്രങ്ങൾ അനുവദിക്കുന്നുണ്ട്, പക്ഷേ അതും മുസ്ലിം വിഭാഗങ്ങൾക്ക് മാത്രമായിട്ടാണ് നൽകപ്പെടുന്നത്. തെറ്റായിട്ടുള്ള ഈ നയങ്ങളെല്ലാം തിരുത്തപ്പെടണം. തുല്യനീതി ഉറപ്പാക്കണം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉചിതവും ന്യായവുമായ രീതിയിൽ പുനഃസംഘടിപ്പിക്കണം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 സെക്ഷൻ 3 സബ്സെക്ഷൻ 2 കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2017 കൊണ്ടുവന്ന ഭേദഗതി റദ്ദു ചെയ്തുകൊണ്ട് പഴയ നില പുനഃസ്ഥാപിക്കണം. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്റെ സ്ഥാനം ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കുമായി തവണ വ്യവസ്ഥയിൽ നൽകണം. ന്യൂനപക്ഷ കമ്മീഷനിൽ കേന്ദ്ര മാതൃകയിൽ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കണം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ റൂൾസ് രൂപീകരണം അടിയന്തിരമായി ഉണ്ടാവുകയും ചെയ്യണം. ക്രൈസ്തവരുടെ ആരാധനാ ദിവസവും പൊതു അവധിയുമായ ഞായറാഴ്ചകളിൽ വിവിധ പരീക്ഷകളും പരിശീലന പരിപാടികളും നടത്തുന്ന സർക്കാർ വകുപ്പുകളുടെ നടപടികളും അവസാനിപ്പിക്കണം. ക്രൈസ്തവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെയാണ് മാനിക്കേണ്ടത്. ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിലും നടത്തിപ്പിലുമൊക്കെ അനാവശ്യമായി ഉണ്ടാക്കുന്ന തടസ്സങ്ങളും ഇടപെടലുകളും ഒഴിവാക്കാനുള്ള നടപടികളും പ്രഖ്യാപിക്കണം. സംവരണ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ സംവരണേതര വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് സംവരണം ഉറപ്പാക്കേണ്ടതാണ്. പ്രഖ്യാപനമുണ്ടായി, പക്ഷേ അത് നടപ്പിലാകുന്നു എന്ന് സർക്കാരുകൾ ഉറപ്പാക്കണം. എല്ലാ വിഭാഗത്തിലും പെട്ട സാമ്പത്തിക മേൽത്തട്ടുകാരെ പ്രത്യേക ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും വേണം. സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ ക്ഷേമത്തിനായി ഒരു പ്രത്യേക ഡയറക്ടറേറ്റ് തന്നെ രൂപീകരിക്കേണ്ടതുണ്ട്. EWSന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതിന് പല തടസ്സങ്ങളും നേരിടുന്നുണ്ട്. അങ്ങനെ സമീപിക്കുന്നവരോട് വിവിധങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുന്ന ഒരു ശൈലിയാണ് നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടാതെ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാവണം. EWS സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ഒരു പ്രത്യേക ട്രൈബ്യൂണൽ തന്നെ രൂപീകരിക്കേണ്ടതുണ്ട്. EWS സംവരണത്തിനുള്ള ഭൂപരിധി 2.5 ഏക്കർ എന്നത് കേന്ദ്ര മാനദണ്ഡത്തിന് തുല്യമായി 5 ഏക്കർ എന്ന് നിശ്ചയിക്കണം. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമുള്ള ഹൗസ് പ്ലോട്ട് കൃഷിഭൂമി എന്ന വേർതിരിവും ഒഴിവാക്കി പുനർനിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. വന്യമൃഗ സംരക്ഷണത്തിൻ്റെയും പരിസ്ഥിതി ലോല പ്രദേശത്തിൻ്റെയും പേരിൽ അനേക വർഷങ്ങളായി കൃഷി ചെയ്തിരുന്നവർ കൃഷി ഉപേക്ഷിച്ച് നാടുവിടേണ്ട അവസ്ഥയിലായിരിക്കുന്നതിനാൽ അവയുമായി ബന്ധപ്പെട്ട കാർഷിക പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കേണ്ടതാണ്. റബ്ബർ കൃഷി ആരംഭിച്ചത് സർക്കാരിൻ്റെ പോളിസികൾ പ്രകാരമാണ്. എന്നാൽ സർക്കാരിനെ വിശ്വസിച്ച് കൃഷി ചെയ്ത റബ്ബർ കർഷകർ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ്. സർക്കാർ പോളിസികൾ സ്വീകരിച്ചവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും സർക്കാരിനുണ്ട്. റബ്ബർ ഒരു ദീർഘകാല വിളയായതിനാൽ ഇതിനു വേണ്ടിവരുന്ന ചെലവും കാത്തിരിപ്പും വളരെ അധികമാണ്. അതിനാൽ നിലവിൽ കൃഷി ചെയ്തിരിക്കുന്നവരെ എങ്കിലും സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ആദ്യ ബജറ്റിൽ തന്നെ റബ്ബറിൻ്റെ താങ്ങുവില 250 എങ്കിലുമായി ഉയർത്തി നിശ്ചയിച്ച് സർക്കാർ തന്നെ റബ്ബർ സംഭരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം. ബഫർ സോൺ, ESZ, കസ്തൂരിരംഗൻ വിഷയങ്ങളിൽ നീതിപൂർവകമായ സമീപനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ച സർക്കാരുകൾ തന്നെ ആളുകളുടെ വസ്തുവകകൾക്ക് ഭീഷണിയാകുന്നത് തികഞ്ഞ അനീതിയാണ്. പട്ടയം പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കണം. തലമുറകളായി ആളുകൾ ഇതുമൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തോട്ടം ഭൂമിയിൽ 25% വരെ ഭൂമി ഭക്ഷ്യവിളകളുടെയും പഴവർഗ്ഗങ്ങളുടെയും കൃഷിക്ക് ഉപയോഗിക്കാൻ അനുവദിച്ചുകൊണ്ട് നിയമങ്ങളിൽ ഭേദഗതി ഉണ്ടാകണം. വന്യമൃഗശല്യങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർഷകർക്കും കാർഷിക വിളകൾക്കും സംരക്ഷണം ലഭിക്കണം.
വളരെയധികമായി പെറ്റുപെരുകിയിരിക്കുന്ന വന്യമൃഗങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അവ കൃഷിഭൂമിയിൽ അതിക്രമിച്ച് കയറിയാൽ അവയെ നശിപ്പിക്കാനുള്ള അനുവാദം നിയമപരമായി തന്നെ കർഷകർക്ക് നൽകണം. ഈ മേഖലകളിൽ നിലവിലുള്ള നിയമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് കർഷക സൗഹൃദപരമായി അവയെ കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ്റുകൾ തയ്യാറാകണം. കേരളത്തിലെ പരിസ്ഥിതി വിഷയങ്ങളായ ESZ, EFL എന്നിവയിൽ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുക, ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമായ കേരളത്തിൽ ഇവ രണ്ടും ഫലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയുക. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുകയും കാട്ടുപന്നി പോലുള്ള ക്ഷുദ്രജീവികളെ ഷെഡ്യൂൾ 3-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വർമിനായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവയെ നശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. മത്സ്യം ഉൾപ്പെടെയുള്ള കർഷകന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള സംഭരണ സംവിധാനങ്ങൾ സർക്കാരിൻ്റെ കീഴിൽ പഞ്ചായത്ത് തലങ്ങളിൽ ഉണ്ടാകണം. ഇവയോടൊപ്പം തന്നെ കർഷകരുടെ മക്കൾക്കെങ്കിലും കാർഷിക സർവകലാശാലയിൽ പഠനത്തിന് ഒരു സംവരണം ഏർപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. ദളിത് ക്രൈസ്തവർക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് പരിവർത്തിത ക്രൈസ്തവ വികസന കോർപ്പറേഷൻ. എന്നാൽ ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ പരിതാപകരമാണ് എന്ന് പറയാതെ വയ്യ. ഇവ ഫലപ്രദമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വകയിരുത്തിയിട്ടുള്ള നോൺ പ്ലാൻ ഫണ്ട് അത് ആവശ്യമായ ഒരു തരത്തിലുള്ളതല്ല. ഈ വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ളതല്ല അത്. അതിനാൽ ഈ വിഹിതം ഇരട്ടിയാക്കുന്നതിനുള്ള നടപടിയാണ് സർക്കാരുകൾ സ്വീകരിക്കേണ്ടത്. പട്ടികജാതിക്കാർക്കുള്ള എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ദളിത് ക്രൈസ്തവർക്കും തുല്യ അളവിൽ തന്നെ നൽകണം. ദളിത് ക്രൈസ്തവരുടെ കുടിശ്ശികയായിട്ടുള്ള കടങ്ങൾ പട്ടികജാതിക്കാരുടേതുപോലെ തന്നെ എഴുതി തള്ളാനുള്ള നടപടികളും സ്വീകരിക്കണം. കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാമുദായിക സാഹചര്യത്തിൽ ക്രൈസ്തവർ ആർക്ക് വോട്ട് ചെയ്യും എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടിയിൽ ഈ പറഞ്ഞു വന്നവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇവയെല്ലാം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകുന്ന മുന്നണികൾക്ക് വോട്ട് ചെയ്യാനാണ് ക്രൈസ്തവ സമുദായം തയ്യാറാകേണ്ടതും. മേൽ പറഞ്ഞവയോടൊപ്പം തന്നെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന സെമിത്തേരി സംബന്ധമായ പ്രശ്നങ്ങളും സമുദായത്തിൽ നിന്ന് അപഹരിക്കപ്പെടുന്ന പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സമുദായ അംഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളും അടിയന്തിരമായ ശ്രദ്ധ അർഹിക്കുന്ന മേഖലകളാണ്. ന്യായവും അടിയന്തിരവുമായ ആവശ്യങ്ങളെ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകുന്ന മുന്നണികൾക്ക് ഭരണം ലഭിക്കട്ടെ എന്നായിരിക്കും സമുദായ സ്നേഹികളായ ക്രൈസ്തവരുടെ ആഗ്രഹവും ആശംസകളും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ക്രൈസ്തവർ പക്ഷേ സർക്കാരിൻ്റെ പൊതുനയങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പിലും അവഗണനകൾ നേരിടുകയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിൻ്റെ ശ്രദ്ധ ഗൗരവതരമായി പതിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം പോലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നടത്തപ്പെടുന്ന റാങ്കിങ്ങുകളിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ പോലും എത്തുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവിൻ്റെ കേന്ദ്രങ്ങൾ ഉയർന്നു വരാനുള്ള പശ്ചാത്തല സാഹചര്യം സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിൽ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും സ്വയംഭരണ അധികാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ, കൽപ്പിത സർവകലാശാലകൾ എന്നിവ ആരംഭിക്കേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരു സർവകലാശാല പോലെ തന്നെ ഒരു ക്രൈസ്തവ യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ അനുവദിക്കണം. മെഡിക്കൽ വിദ്യാഭ്യാസം പോലെ വലിയ ചെലവ് വരുന്ന പഠനങ്ങൾക്ക് സ്വാശ്രയ മേഖലയിൽ പഠിക്കുന്ന സാമ്പത്തിക സംവരണമുള്ള കുട്ടികൾക്കെങ്കിലും സർക്കാർ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. വർഷങ്ങളായി പരിഹരിക്കപ്പെടാത്ത സംരക്ഷിത അധ്യാപകരുടെയും പുതിയ സ്കൂളുകളിൽ നിയമിതരായ അധ്യാപകരുടെയും പ്രശ്നങ്ങളെ സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട്. സർക്കാർ വാഗ്ദാനങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ എല്ലാ കാലത്തും പാലിക്കപ്പെടാതെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എത്രയും വേഗം ഉണ്ടാക്കേണ്ടതുണ്ട്.
എല്ലാ അധ്യാപക അനധ്യാപക നിയമനങ്ങളും സമയബന്ധിതമായി അംഗീകരിക്കണം. എയ്ഡഡ് നിയമനങ്ങളിലെ അനിശ്ചിതത്വവും കാലതാമസവും അവസാനിപ്പിക്കണം. എയ്ഡഡ് നിയമനങ്ങളിൽ മാനേജ്മെൻറ്റിൻ്റെ സ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ഹനിക്കുന്ന നടപടികൾ ഉണ്ടാകാനും പാടില്ല. സംസ്ഥാനത്തെ 60% സ്കൂളുകളും എയ്ഡഡ് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾ മറന്നുപോകുന്നുണ്ടോ എന്നത് ഗൗരവതരമായ ഒരു സംശയമാണ്. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മികവ് പുലർത്തുവാൻ സഹായിക്കുന്നതിനുമായിട്ടുള്ള സർക്കാർ പദ്ധതികളിൽ ഈ എയ്ഡഡ് മേഖല, കേരളത്തിൽ 60% വരുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 60% വരുന്ന എയ്ഡഡ് മേഖല പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു പോവുകയാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കണം. 2018 KER ഭേദഗതിയിലൂടെ രൂപപ്പെട്ട 1:1 എന്ന അധ്യാപക നിയമന ചട്ടം പൂർണ്ണമായും ഒഴിവാക്കി മത ന്യൂനപക്ഷ അവകാശത്തെ സംരക്ഷിക്കാൻ സർക്കാരുകൾ മുൻകൈയെടുക്കണം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.